ശരി, ഷാനിബ് ഇതിനൊന്ന് മറുപടി പറയണം. അതോടൊപ്പം ഈ സ്റ്റേറ്റ് പോലീസ് മീഡിയ സെന്ററിന്റെ വാർത്താക്കുറിപ്പ് അതൊരു അപൂർവ വാർത്താക്കുറിപ്പാണെന്ന് പറയുന്നു. ഈ തരത്തിൽ ഒരു കേസ് അന്വേഷണം ആരംഭിക്കുമ്പോൾ വാർത്താക്കുറിപ്പ് ഇറക്കുന്ന രീതിയില്ല എന്ന് പറയുന്നു. ഇപ്പോൾ രാഹുലിനെതിരെ BNS 78(2) 351 കേരള പോലീസ് ആക്ട് 120(O) എന്നീ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം എങ്ങനെയാണ് കാണുന്നത്? ഏത് തരത്തിൽ ഇത് അന്വേഷണം നടത്താനാകും? കാരണം ഇരകൾ പരാതി നൽകിയിട്ടില്ല. സ്വാഭാവികമായും അതിനു മുമ്പ് ഇവിടെ തുടക്കത്തിൽ തന്നെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു കാര്യം സ്മൃതി അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഇവിടെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഈ ഷാഫി പറമ്പിലിന് നേരെ കുറേ ആളുകൾ ചാടി ചെന്ന് നായ, പട്ടി എന്നൊക്കെ വിളിച്ചു എന്ന തരത്തിലാണ് താങ്കളിവിടെ അവതരിപ്പിച്ചത്. ഞാനത് ആ വീഡിയോ പൂർണ്ണമായും കണ്ടിരുന്നില്ല. കാരണം ഇത് ഷോ ആവും എന്നെനിക്ക് പൂർണ്ണമായി ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഞാനത് പൂർണ്ണമായി കാണാൻ ആ സമയത്ത് ശ്രമിച്ചിരുന്നില്ല. പിന്നീട് അങ്ങ് പറഞ്ഞതിന് ശേഷം ഞാൻ അതിൻ്റെ പൂർണ്ണമായ വീഡിയോ ഇപ്പോൾ കാണുകയായിരുന്നു. ഈ ഇടവേളയിൽ അത് കണ്ടപ്പോൾ ഷാഫി പറമ്പിൽ സമരക്കാരുമായി വളരെ സൗമ്യമായി സംസാരിക്കുന്ന ഒരു വീഡിയോയുടെ ഒരു ഭാഗം ഇതിൻ്റെ തുടക്കത്തിൽ കാണുന്നുണ്ട്. നിങ്ങൾ പിണറായി വിജയനോട് പോയി പറ എന്ന് വളരെ ചിരിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ പറയുന്ന ഒരു വീഡിയോ. ചിരിച്ചുകൊണ്ടെന്ന് വെച്ചാൽ ഗൗരവത്തിലല്ലാതെ അല്ലെങ്കിൽ പ്രകോപനമില്ലാതെ ഈ സമരക്കാരോട് പിണറായി വിജയനോട് പോയി പറ എന്ന് പറയുന്ന ഒരു ഭാഗം ആ വീഡിയോയുടെ തുടക്കത്തിൽ ഇവിടെ കാണും. ഞാനത് അങ്ങേക്ക് അയച്ചു തരാൻ ഇരിക്കുകയാണ്. അപ്പോൾ ആ വീഡിയോയിൽ തുടക്കത്തിൽ അങ്ങനെ പറയുകയും അതിന് ശേഷം ഈ വാഹനത്തിൻ്റെ പുറകിൽ ഒരാൾ ഭവിത്ത് എന്ന് പറയുന്ന എനിക്കറിയാവുന്ന ഒരു പഴയ എൻ്റെ ഒരു സഹപ്രവർത്തകനാണ് ഭവിത്ത് മാലുവൽ എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിന് എന്നെയും എനിക്ക് അങ്ങോട്ടും അറിയാം. അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്നിട്ട് പിണറായി വിജയനോട് പോയി പറയടാ നായെ എന്ന് വിളിക്കുകയും അതിൽ പ്രകോപിതരായിട്ടാണ് ഈ സമരക്കാർ വളരെ പ്രകോപനപരമായി ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പട്ടി നായ വിളികളൊക്കെ ഉണ്ടായതായിട്ട് അതിന്റെ വീഡിയോ ഞാൻ അങ്ങേക്ക് അയച്ചിട്ടുണ്ട്. അങ്ങേക്ക് അല്ലെങ്കിൽ അത് നമ്മൾ കേൾക്കുന്നതും അവിടെ ബഹളം ഉണ്ടാകുന്നുണ്ട്. ഞാനത് അങ്ങേക്ക് ഇപ്പൊ മനസ്സിലായതാണെന്നാണോ? അതെ, അല്ല എനിക്കറിയാം. അല്ല ഞാൻ പറയാം, ഞാൻ ഈ ഷോ കണ്ടപ്പോൾ തന്നെ ആ വീഡിയോ കാണാൻ നോക്കിയിട്ടില്ല. ഞാനത് കണ്ടപ്പോൾ തന്നെ അയാളുടെ ഷോ തുടങ്ങി എന്ന് തന്നെയാണ് ഞാൻ ഉറപ്പിച്ചത്. എനിക്ക് അയാളുടെ ഷോ അറിയാം. ഈ വിഷയത്തെ എങ്ങനെയും വഴിതിരിച്ച് വിടാനുള്ള എന്ത് ഷോ കാണിക്കാനും മടിയില്ലാത്ത ഒരാളാണ് അയാളെന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളവർ. ഞാനത് പൂർണ്ണമായി കണ്ടിരുന്നില്ല. അപ്പോൾ അതൊരു പട്ടി ഷോ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ വീഡിയോ അങ്ങ് അയച്ചിട്ടുണ്ട്. അയച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ കാര്യം ഇവിടെ പറയുന്നത്. ഇവിടെ മറ്റൊരു കാര്യമുള്ളത്, സ്വാഭാവികമായും ഒരു തള്ളക്കോഴി ഒരു കോഴിക്കുഞ്ഞിനെ, ഞാൻ കോഴി എന്നുള്ളത് മറ്റർത്ഥത്തിൽ പറയില്ല, നമ്മൾ സാധാരണ പ്രയോഗിക്കുന്ന അർത്ഥത്തിൽ പറഞ്ഞാണ്. കോഴിക്കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് പോലെ ചിറകിനടിയിൽ ഒരാളിങ്ങനെ സംരക്ഷിക്കുമ്പോൾ, ഒരു വൃത്തികെട്ടവനെ സംരക്ഷിക്കുമ്പോൾ സ്വാഭാവികമായി ആളുകൾക്ക് പ്രതിഷേധമുണ്ടാവും. അവർ ഇനിയിപ്പോൾ ഏത് സംഘടന പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും, സംഘടന കൊടിയെടുത്താലും കൊടിയെടുക്കാതെയാണെങ്കിലും അവർ പ്രതിഷേധിക്കും. അവർ ആ പ്രതിഷേധമാണ് നടത്തിയത്. അതിനിടയിലാണ് കാറിനകത്ത് നിന്ന് ഈ ഭവിത്ത് എന്ന് പറയുന്നയാൾ വളരെ മോശമായി പിണറായി വിജയനോട് പോയി പറയും നായ എന്ന് പറഞ്ഞപ്പോൾ ആരടാ നായർ എന്ന് ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. നമ്മൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നുമില്ലല്ലോ. അപ്പം ആ ഒരു പ്രകോപനത്തിന് ശേഷമാണ് അവിടെ അത്തരത്തിലുള്ള തെറിവിളികളൊക്കെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇപ്പോൾ ദാമോദർ പ്രസാദ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം പറഞ്ഞു വരുന്നത് ഇതൊക്കെ എല്ലാവരും ഇങ്ങനെയാണ്, എല്ലാവരും കണക്കാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് ഇതിനെത്തിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം VD സതീശൻ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഭാവപ്രകടനമൊക്കെ നടത്തിയിട്ട് ഇങ്ങനെ ഭീഷണിയാണെന്ന് കരുതിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ബോംബ് പൊട്ടിക്കാൻ പോകുന്നു, നാളെ തന്നെ വരും, ഇന്ന് ഉച്ചയ്ക്ക് കാണും എന്നൊക്കെ പറഞ്ഞ്, അതായത് എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും തുല്യരാണ്, എല്ലാവരും ഇതൊക്കെ കണക്കാണ് എന്ന ഒരു നരേഷനിലേക്ക് ഈ വിഷയത്തെ കൊണ്ട് ചെന്നെത്തിക്കാനുള്ള ബോധപൂർവമായ ശ്രമം. അതിലൊരു കാര്യമുണ്ട്, ഓരോ കേസും ഓരോ ലൈംഗിക കേസും ഓരോ രൂപത്തിൽ വ്യത്യസ്തമായിരിക്കുമല്ലോ. ചിലതിൽ വലിയ ഭീഷണിയുടെ സ്വഭാവത്തിൽ ഒരാൾ മാത്രം ഉന്നയിക്കുന്ന പരാതി, അത് പിന്നീട് അതിന്മേലൊരു നടപടി എടുക്കാതെ നിന്ന സംഭവം, അവർ തന്നെ വീണ്ടും ശക്തരായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ എത്തുന്ന സംഭവം, ഇങ്ങനെ പാർട്ടി കോടതി തീരുമാനിക്കുമെന്ന് പറയുന്ന കേസുകൾ, ഇതൊക്കെ നമ്മൾ കേരളം കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പം എല്ലാം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയതുപോലെ തന്നെ ആകണം എന്ന രൂപത്തിൽ പറയാൻ പറ്റില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, സ്ത്രീകൾ ഒരു പരാതി നൽകിയാൽ അതിനോടുള്ള സമീപനം എന്താണ്? അത് പരാതി ഏത് തരത്തിലാണ് ആ ലൈംഗിക ആക്രമണം ഉണ്ടായത് എന്ന വിഷയം അവിടെ മാറ്റി നിർത്തൂ. പരാതികളോടുള്ള സമീപനം എന്താണ്? അതിലെന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ലെന്നേ. അവനവൻ്റെ പാർട്ടിയെ അല്ലെ നേതാക്കളാകുമ്പോൾ ഒരു തരത്തിലും അതിനുമായി മുന്നോട്ട് പോകില്ല. അവിടെ സ്ത്രീകൾക്ക് സംരക്ഷണമില്ല. ഇതാണ് എല്ലാ തരത്തിലും കാണുന്നത്. ഇപ്പോൾ കോൺഗ്രസിൽ ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ച ഉമാ തോമസിനും താരയ്ക്കും എന്താണ് സംഭവിച്ചത്?
ആ രണ്ട് നേതാക്കൾക്കെതിരെ ഇപ്പോൾ കെ രമയ്ക്കുമെതിരെ എന്തൊക്കെ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വന്നത്? അതേസമയം അവിടെ പ്രതികരിച്ച കോൺഗ്രസ് നേതാക്കൾ, ശക്തമായ പ്രതികരിച്ച വേറെ നേതാക്കളുണ്ടല്ലോ, ജോസഫ് വാഴക്കിനടക്കമുള്ള നേതാക്കൾ ഇത് നമ്മൾ സഹിക്കേണ്ട, ഈ വിഴുപ്പ് നമ്മൾ താങ്ങേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. ഒരു പ്രതികരണം ആ രൂപത്തിൽ വാഴക്കിനെതിരെ ഉണ്ടായോ? എനിക്കറിയില്ല. പക്ഷേ സ്ത്രീകൾക്കെതിരെ പക്ഷേ അങ്ങനെയല്ല. ഇതൊരു പൊതു സമീപനമാണ്. അതങ്ങനെ പറയുന്നതിൽ എന്താണ് തെറ്റ്? അല്ല, ഞാൻ ആ പൊതു സമീപനത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഒരു പ്രധാനപ്പെട്ട കേസ് വരുമ്പോൾ ഇത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുന്നതിന് വേണ്ടി പറയുന്നതാണെന്ന് പറഞ്ഞത് ലഘൂകരിക്കുന്നതിനെ കുറിച്ചാണ്. സ്ത്രീകൾക്കെതിരെയുള്ള നിലപാടിൻ്റെ കാര്യത്തിൽ കേരളത്തിന് ഒരു ഇനിയും മാറ്റം വരേണ്ടതുണ്ട്, സമൂഹം കുറച്ചുകൂടി മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ഞാൻ അങ്ങയുടെ നിലപാടിനോട് യോജിക്കുകയാണ്. അത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഇത്തരം പരാതികളോട് എടുക്കുന്ന സമീപനത്തിൽ മാറ്റം വരുത്തണം എന്ന നിലപാടിനോട് യോജിക്കുകയാണ്. പക്ഷേ എന്ന് കരുതി ഇപ്പോൾ ആ കേസുകളിലൊക്കെ എന്താണ് സംഭവിച്ചത്, അതിൻ്റെ പരാതിയുമായി ബന്ധപ്പെട്ട അവസാനം കോടതിയിൽ എന്താണ് വിധി വന്നതെന്നൊക്കെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലേക്ക് വന്നിട്ടില്ല. നിങ്ങൾ അങ്ങ് സൂചിപ്പിച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുത്തി വന്ന പരാതിയിലും കേസിലും അതിൻ്റെ തുടർച്ചയായിട്ട് എന്തെല്ലാം സംഭവിച്ചു എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഓരോ കേസെടുത്ത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ സംസാരിക്കാം. പക്ഷേ അങ്ങനെ സംസാരിച്ച് വരുന്ന എല്ലാ കേസുകളും ഇതാണല്ലോ അയാളും പറഞ്ഞത്. ഈ പറയുന്ന സൈക്കോപാത്ത് പെൺകുട്ടികളോട് പറഞ്ഞത് പ്രമാദമായ കേസുകളിൽ ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, അതൊക്കെ ഞങ്ങൾ നേരിട്ടോളാം എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് കരുത്തു പകരുന്ന, ഇനിയും ചോദിക്കാനിരിക്കുന്ന ആളുകൾക്ക് കരുത്തു പകരുന്ന ഒരു വിശകലനമായി പോയി അദ്ദേഹത്തിൻ്റെത് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഇത്ര വലിയ കേസുകളൊക്കെ വന്നാലും അതിനൊക്കെ നേരിടാൻ രാഷ്ട്രീയക്കാർക്ക് സാധിക്കുമെന്ന തരത്തിലായി. പിന്നെ ഇവിടെ മാറ്റി നിർത്തി എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോൾ ഈ CID മൂസയിൽ തോക്ക് തരാം പക്ഷേ വെടിവെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെയാണ്. തോക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇയാൾ വെടിവെക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. ഇപ്പോൾ CID മൂസയുടെ ക്ലൈമാക്സിൽ വെടിവെക്കുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇയാൾക്ക് എല്ലാ ആയുധം MLA സ്ഥാനം അവിടെ കൊടുക്കുകയും എന്നിട്ട് നിങ്ങളത് ഉപയോഗിക്കരുതെന്ന് പറയുന്നത് പോലെ തന്നെയാണ് അധികാരത്തെ നിലനിർത്തുന്നു എന്നുള്ളത്. അത് കേരളം തിരിച്ചറിയുന്നുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.